ഹലോ ഗൈസ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്നത്തേത് ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ്. അപ്പോൾ രാവിലെ നേരത്തെ തന്നെ എഴുന്നേൽക്കുന്നുണ്ട്. ഇപ്പോൾ 7 മണിക്ക് എഴുന്നേൽക്കും. 7:15 എനിക്കൊരു ക്ലാസ് ഉണ്ട്. അപ്പോൾ അതിന് മുന്നേ ഒന്ന് ബ്രഷ് ചെയ്ത് റെഡി ആയിട്ട് വന്നിരുന്ന് ആദ്യത്തെ ക്ലാസ് അറ്റൻഡ് ചെയ്യുകയാണ്. ഇത് 7:15 ടു 7:55 വരെയുള്ള മോർണിംഗ്സിലെ ആദ്യത്തെ സെക്ഷനാണ്. സാധാരണ എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി തരുന്ന അമ്മയാണ്. ഇന്ന് അമ്പലത്തിൽ പ്രതിഷ്ഠാ ദിനമായിരുന്നു. അപ്പോൾ രാവിലെ അമ്മ തൊഴാൻ പോയി. അപ്പോൾ വീട്ടിലാരും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ തന്നെയാണ് കുക്ക് ചെയ്തത്. എല്ലാ ദിവസവും ഇങ്ങനെയൊന്നും ഇല്ല കേട്ടോ, ഇന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ദോശ ഞാൻ ഉണ്ടാക്കി കഴിച്ചു. അതിനുശേഷം എനിക്ക് അടുത്ത സെക്ഷൻ അറ്റൻഡ് ചെയ്യാനുണ്ടായിരുന്നു. അടുത്ത സെക്ഷൻ്റെ ടൈം എന്ന് പറയുന്നത് 9 മണി മുതൽ 9:40 വരെയായിരുന്നു. അപ്പോഴേക്കും ഞാൻ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കി എൻ്റെ കഴിക്കലൊക്കെ കഴിഞ്ഞ് അടുത്ത സെക്ഷൻ അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇരിക്കുകയാണ്. ഈ സെക്ഷൻ 9 മണി മുതൽ 9:40 വരെയായിരുന്നു കേട്ടോ ഉള്ളത്. ഓരോ സെക്ഷനും നമുക്ക് 40 മിനിറ്റാണ്. പിന്നെ ഗ്രൂപ്പ് മാത്രമാണ് നമുക്ക് 1 മണിക്കൂറായിട്ടുള്ളൂ. അങ്ങനെ ആ ഒരു സെക്ഷൻ അവസാനിച്ചു. അതിനുശേഷം പിന്നെ വീട്ടിൽ നമുക്ക് കുറച്ച് അല്ലാതെ ചില പണികളൊക്കെ ഉണ്ടാവില്ലേ, എൻ്റെ തുണികളൊക്കെ ഞാനൊന്ന് വാഷ് ചെയ്തു. അതിന് ശേഷം ഇനി കുളിച്ച് ഫ്രഷ് ആയിട്ടൊക്കെ വരാം കേട്ടോ. അപ്പോൾ ശരി, ബൈ ഗൈസ്, ഞാനൊന്ന് കുളിച്ച് ഫ്രഷ് ആയിട്ട് വരാം. യെസ്, അങ്ങനെ അതാ കുളിച്ച് റെഡി ആയിട്ടൊക്കെ വന്നിട്ടുണ്ട്. ഇനി കുറച്ച് മേക്കപ്പ് ആയാലും ആദ്യം തന്നെ കുറച്ച് പൗഡറൊക്കെ ഇട്ടിട്ട് പിന്നെ അങ്ങനെ കണ്ണൊക്കെ എഴുതി. ഒരുപാട് വലിയ മേക്കപ്പ് ഒന്നുമില്ല, കാരണം ഇന്ന് പുറത്തേക്കൊന്നും പോകുന്നില്ല. വീട്ടിലിരിക്കുമ്പോൾ നമുക്കധികം മേക്കപ്പിൻ്റെ ആവശ്യമൊന്നും ഇല്ലെങ്കിൽ പോലും നമ്മുടെ കയ്യിലുള്ള മേക്കപ്പ് പ്രൊഡക്റ്റിൻ്റെ എക്സ്പയർ ഡേറ്റ് ആവുന്നതിനേക്കാൾ മുന്നേ നമുക്കതൊക്കെ കുറേയൊക്കെ ഉപയോഗിച്ച് തീർക്കണ്ടേ. അതുകൊണ്ട് തന്നെ എനിക്ക് മേക്കപ്പ് ചെയ്യാൻ ഇഷ്ടമായതുകൊണ്ടും ഞാനത് നന്നായിട്ട് തന്നെ ഉപയോഗിക്കുന്നുണ്ട്. അങ്ങനെ കണ്ണെഴുതി, അതുപോലെ ഐബ്രോ ഒക്കെ ഫില്ല് ചെയ്ത് കൊടുത്തു. പിന്നെ മസ്കാരയൊക്കെ ഇട്ട് കൊടുത്തു, ഒരു കുഞ്ഞു പൊട്ട്. അങ്ങനെ നമ്മൾ സാധാരണ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ തന്നെ ഉള്ളൂ. കൂടുതലായിട്ട് ഒരുപാട് ഹെവി ഒന്നും ചെയ്യുന്നില്ല കേട്ടോ. രാവിലെ 9 മണിക്ക് സ്കൂളിലേക്ക് പോകുമ്പോൾ നേരത്തെ എഴുന്നേറ്റ് കുളിച്ച് ഫ്രഷ് ആകുന്ന ആളായിരുന്നു ഞാൻ. അത് എനിക്ക് 7 മണിക്കൊക്കെ ക്ലാസ് എടുക്കുമ്പോൾ ആ ഒരു രീതിയിൽ നേരത്തെ എഴുന്നേറ്റ് കുളിച്ചിട്ടൊക്കെ ക്ലാസ് എടുക്കണമെന്ന് വിചാരിക്കാറുണ്ട്. പക്ഷേ 7 മണിക്ക് എഴുന്നേറ്റ് കഴിഞ്ഞാൽ 7:15 ആകുമ്പോഴേക്കും നമ്മുടെ കുളി മേക്കപ്പും കാര്യങ്ങളൊന്നും നടക്കാത്തത് കൊണ്ട് രാവിലെ ബ്രഷ് ചെയ്തിട്ട് അങ്ങനെ ക്ലാസ് എടുക്കാതിരിക്കുക ചെയ്യാം. പിന്നെ ആദ്യത്തെ 2 ക്ലാസ് കഴിഞ്ഞാൽ പിന്നത്തെ ക്ലാസ് വരുന്നത് 11 മണിക്കാണല്ലോ. അപ്പോൾ കുറച്ചധികം ടൈം കിട്ടും. ആ നേരത്താണ് പിന്നെ കുളിച്ച് ഫ്രഷായി മേക്കപ്പൊക്കെ ചെയ്ത് അടിപൊളിയായിട്ടുള്ള ക്ലാസ്സുകൾക്ക് പിന്നെ എടുക്കുന്നത്. ഈ ഇടയായിട്ട് നമ്മൾ യൂട്യൂബിൽ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതൊക്കെ കുറഞ്ഞിട്ടുണ്ട്. എനിക്കറിയാം, ഞാൻ ഡെയിലി അപ്ലോഡ് ചെയ്യുന്ന ആളായിരുന്നു. പക്ഷേ നിങ്ങൾ എൻ്റെ ഡെയിലി ലൈഫ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങളെന്നെ പറയും, എവിടെയാണ് എനിക്കൊരു ടൈം. എനിക്ക് ചെയ്യണമെന്ന് നല്ല ആഗ്രഹമുണ്ട്, പക്ഷെ നമുക്ക് ടൈം അങ്ങനെ സെറ്റ് ആവാറില്ല. എന്നാലും ഞാൻ മാക്സിമം ഓരോ ഒഴിവ് കിട്ടുമ്പോഴും ഓരോ വീഡിയോസായിട്ട് എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വൈകാതെ തന്നെ ഓരോ വീഡിയോസും അപ്ലോഡ് ചെയ്യാം കേട്ടോ. അങ്ങനെ ഞാൻ റെഡി ആയിട്ട് 11 മണിയുടെ സെക്ഷൻ അറ്റൻഡ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഇതാണ് എൻ്റെ 11 മണിയുടെ ഒരു കുട്ടി. 11 to 11:40 വരെയാണ് ഇയാൾക്ക് ക്ലാസ് ഉണ്ടായിരുന്നത്. 11:40 മുതൽ പിന്നെ 1 മണി വരെയുള്ള ഒരു ടൈമിൻ്റെ ഇടയിൽ എൻ്റെ ഉച്ചത്തെ ലഞ്ച് കഴിയും. പിന്നെ കുറച്ച് ഫ്രീ ടൈം ആയിരിക്കും. ആ ടൈമിലാണ് ചേട്ടൻ ഫ്രീ ആവുക. അപ്പോൾ ആ സമയം ഞങ്ങൾ കുറച്ച് നേരം സംസാരിച്ചുകൊണ്ടിരിക്കും. ഇത് 2 മണിയാകുമ്പോഴേക്കും എനിക്ക് സ്റ്റിച്ചിങ് ക്ലാസ്സിന് പോകേണ്ടതായിരുന്നു. കാരണം കഴിഞ്ഞൊരു ദിവസം ഞാൻ ആബ്സെൻ്റ് ആയിരുന്നു. അപ്പോൾ അതുകൂടി ചേർത്തിട്ടാണ് എടുത്തിരുന്നത് ചേച്ചി. 5:30 വരെയാണെന്നു എനിക്ക് ഇന്നത്തെ ക്ലാസ് ഉണ്ടായിരുന്നത്. സാധാരണ 3 മണി മുതൽ ഒരു 5 മണി വരെ 5:30 വരെയൊക്കെ ചേച്ചി എടുക്കാറുണ്ട് കേട്ടോ. ഇപ്പോൾ സാന്ത്വയുടെ ഡ്രസ്സാണ് ഞാനിപ്പോൾ ഷേപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഡ്രസ്സ് ഷേപ്പ് ചെയ്യാനൊക്കെ പഠിച്ചു. അതുപോലെ ചുരിദാർ, ഫ്രോക്ക്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചേച്ചി നന്നായി പഠിപ്പിച്ച് തന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ക്ലാസ് അറ്റൻഡ് ചെയ്തതിന് ശേഷം പിന്നെ വീണ്ടും വീട്ടിലേക്ക് വന്നു. വീട്ടിൽ വന്നിട്ട് പിന്നെ ഞാൻ ഇത് രാത്രിയിലെ ഡിന്നറാണ് ഇപ്പോൾ കഴിക്കുന്നത്. ഇത് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് രാത്രി വേറെ ഫുഡില്ല. അപ്പോൾ ഡയറ്റിൻ്റെ ഭാഗമായിട്ട് തുടങ്ങിയ ശീലമായിരുന്നു. പക്ഷേ ഇപ്പോൾ അതിങ്ങനെ അങ്ങനെ കണ്ടിന്യൂ ആയിട്ട് പോകുന്നുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ രാത്രി എനിക്ക് വിശക്കാറില്ല. ഈ ഒരു നേരത്തെ ഭക്ഷണം കഴിക്കും. ഇത് പഴമാങ്ങാക്കൂട്ടാനാണ് കേട്ടോ. ഇവിടെ പഴമാങ്ങാക്കൂട്ടം എന്നാണ് പറയുക. ഇതിന് മാമ്പഴപ്പുഴി, ഇത് തന്നെയാണോ മാമ്പഴപ്പുളിശ്ശേരി എന്ന് എനിക്ക് സംശയമുണ്ട്. അറിയുന്നവർ കമൻറ്റ് ബിലോ. അപ്പോൾ നല്ല ഒരു അടിപൊളി ടേസ്റ്റാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇതൊക്കെ കൂട്ടിയിട്ട് നന്നായിട്ട് ഫുഡ് കഴിച്ച് ഉച്ചയ്ക്ക് ഇത് തന്നെയായിരുന്നു. പിന്നെ 6 മണിയുടെ സെക്ഷനായിരുന്നു. 6 to 7 ഒരു ഗ്രൂപ്പായിരുന്നു. അതിലൊരു കുട്ടി ഇന്ന് ആബ്സെൻ്റ് ആണ്. കറക്റ്റ് 7 മണിക്ക് തന്നെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യും. ഇനി അടുത്ത സെക്ഷൻ ഉള്ളത് 8:05 അപ്പോൾ അതുവരെ ഞാൻ പിന്നെ ക്ലാസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ സീരിയലൊക്കെ കണ്ട് കുറച്ച് നേരം കുത്തിയിരിക്കും. സീരിയൽ അത്ര വലിയ അഡിക്ഷനൊന്നുമില്ല, എന്നാലും ഇവിടെ ഇരുന്നിട്ടാണ് ഞാൻ ക്ലാസ് എടുക്കുന്നത്. അപ്പോൾ ഇടയ്ക്ക് തല അങ്ങോട്ടൊന്ന് പോവുമല്ലോ, അങ്ങനെ കുറച്ച് നേരമൊക്കെ ഇരുന്ന് സീരിയൽ കാണും. ഞാൻ 8:05 ഒരു കുട്ടിയാണ് ഇത്. അപ്പോൾ 8:05 to 8:45 വരെയാണ് ഞാൻ ഇവൾക്ക് ക്ലാസ് എടുക്കുന്നത്. അങ്ങനെ ഈ ഒരു സെക്ഷൻ 8:45 അവസാനിക്കും. 8:45 കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എനിക്കൊരു 5 മിനിറ്റിൻ്റെ ബ്രേക്ക് ഉണ്ടാവുള്ളൂ. അത് കഴിഞ്ഞാൽ ഉടനെ തന്നെ 8:50 അടുത്ത സെക്ഷൻ സ്റ്റാർട്ട് ചെയ്യും. 8:50 to 9:30 വരെയാണ് അടുത്ത സെക്ഷൻ ഉള്ളത്. അപ്പോൾ ഇതാണ് 8:50 സെക്ഷനുള്ള ആൾ. 8:50 to 9:00 വരെയുള്ളത് ഈ കുട്ടിയാണ് കേട്ടോ. അപ്പോൾ 9:30 ആകുമ്പോഴേക്കും ഇയാളുടെ സെക്ഷനും അവസാനിക്കും. 9:30 സെക്ഷൻ അവസാനിച്ച് കഴിഞ്ഞാൽ അതോടുകൂടി ഇന്നത്തെ ക്ലാസ്സുകളൊക്കെ കഴിഞ്ഞു. ഇനി നാളെ രാവിലെ 7:15 അടുത്ത സെക്ഷൻ. അതുവരെ പിന്നെ നമ്മൾ ചില്ലാവാൻ വേണ്ടി ബിഗ് ബോസ് ഒക്കെ കാണും. ബിഗ് ബോസ് ഭയങ്കര എൻ്റർടൈൻമെൻ്റ് ആയിട്ടുള്ള ഒരു ഷോ ആണല്ലോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ബിഗ് ബോസ് താരമാരാണെന്ന് കമൻറ്റ് ചെയ്യൂ. അപ്പോൾ അത്രയേ ഉള്ളൂ. ഗുഡ് നൈറ്റ്.